ദുനിയാവിലെ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്. അഅളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത്, അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ 10 ദിവസങ്ങളാണ്. ഇത് ഹാജിമാർക്ക് മാത്രമല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ളതാണ്. യൗമു അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. എന്നാൽ അറഫയിൽ നിൽക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിയാമു യൗമി അറഫ യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. യൗമു അറഫയുടെ ദിവസം നോമ്പ് നോൽക്കൂ. ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് നോൽക്കൂ. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 2 വർഷത്തെ പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. അറഫയിൽ ഹാജിമാർ ആകാശലോകത്തേക്ക് കൈകളുയർത്തി ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രാർത്ഥന അവർക്ക് മാത്രമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലു ദുആ ദുആഉ യൗമി അറഫ. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ യൗമു അറഫയുടെ ദുആ ആണ്. യൗമു അറഫയിൽ ഉള്ളവരുടെ ദുആ എന്നല്ല പറഞ്ഞത്, യൗമു അറഫയുടെ ദുആ ആണ്. ആ ദിവസം ഏതൊരു വിശ്വാസി എവിടെ വെച്ച് ദുആ ചെയ്താലും ഇൻഷാ അല്ലാഹ് അവരുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. യൗമുൻ നഹ്റിൽ ഹാജിമാർ ഹദീന അറുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഉദ്ഹിയത്തും വമ്പിച്ച സുന്നത്താക്കിയിരിക്കുന്നു. അവർക്ക് ഉദ്ഹിയത്തുണ്ട്, ഹാജിമാർക്ക് ഹദിയുണ്ടെങ്കിൽ. ഹാജിമാർ അവരോട് പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. യാത്രക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ, അതിൽ ഏറ്റവും ഖൈറായത് തഖ്വയാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ഹാജിമാരെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അത് ഹാജിമാരിൽ ഒതുങ്ങുന്നുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ യൗമിൻ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അമലു സ്വാലിഹാത്തുകൾ ഈ 10 ദിവസങ്ങളിൽ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിവസങ്ങളിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് സൽപ്രവർത്തനങ്ങൾ ഏറ്റവും ഇഷ്ടം ഈ 10 ദിവസങ്ങളിലാണ് മറ്റു ദിവസങ്ങളെക്കാൾ. അത് ഹാജിമാർക്ക് മാത്രമല്ല, സകല വിശ്വാസികൾക്കുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ദിവസങ്ങളെ, സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ, അവസരങ്ങളെ എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക.